നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഔട്ട്ഡോർ ചെയ്യാമെന്ന് വിചാരിച്ചു വീഡിയോ. ഞാൻ ആക്ച്വലി ബാഡ്മിൻ്റൺ കളിച്ചിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പം നമ്മുടെ വീഡിയോ ചെയ്യാനായിട്ടുള്ള ടൈം രാവിലെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു സമയം അത് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഔട്ട്ഡോറിലാണ്. ഇപ്പം ഇവിടെ ഒരു ഫുട്ബോൾ ടർഫുണ്ട് നമ്മുടെ വീട് താമസിക്കുന്നതിൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഞാനിത് പറയുന്നത്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് വെസ്റ്റ് ഹാം അറ്റ് ഓൾഡ് ട്രാഫേർഡ്. കഴിഞ്ഞ കളി ക്രിസ്റ്റൽ പാലസുമായിട്ടുള്ള കളിയിലെ വിജയത്തിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് വളരെയധികം പ്രതീക്ഷയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതായത് ഈ ഒരു ഗെയിം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫോം വെച്ച് നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ എനിക്കൊന്ന് ജയിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. കാരണം വെസ്റ്റ് ഹാമുമായിട്ടുള്ള ഇതിന് മുമ്പത്തുള്ള 5 കളികൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 4 കളികൾ തോറ്റു. ഒരു കളി മാത്രമേ വെസ്റ്റ് ഹാമുമായിട്ടുള്ള ഈ കഴിഞ്ഞ 5 ഫിക്സ്ചേഴ്സിൽ നേടിയിട്ടുള്ളൂ. അപ്പം ഈ ഗെയിം എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് പറഞ്ഞാൽ ഈ ഒരു റിവെഞ്ച് തിരിച്ചെടുക്കണം. കാരണം കഴിഞ്ഞ സീസണിൽ 2 ഗെയിമിലും സീസണിലുള്ള ഗെയിമിൽ അവർ നമ്മളെ തോൽപ്പിച്ച ടീമാണ്. അപ്പം അതുകൊണ്ട് എന്താ പറയുക, ഒരു റിവെഞ്ച് തന്നെ എടുക്കാനായിട്ടുള്ളൊരു കാര്യത്തിലായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഗെയിമിലെ പ്രത്യേകത എന്ന് വെച്ച് പറഞ്ഞാൽ മത്തിയസ് കുഞ്ഞ തിരിച്ചു വരുന്നു. നമ്മൾ അറിയാം കഴിഞ്ഞ 2 ഗെയിമിൽ കൺകഷൻ ഇഷ്യൂ ആയിട്ട് കുഞ്ഞ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കുഞ്ഞയുടെ സർവീസ് തിരിച്ച് കിട്ടുന്നതാണ്. പക്ഷേ ഉറപ്പില്ല കുഞ്ഞ ഫസ്റ്റ് ടീമിൽ തന്നെ കാണുമോ എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമല്ല. സോ ഐ തിങ്ക് മത്തിയസ് കുഞ്ഞ സെക്കൻഡ് ഹാഫിൽ വരാനായിട്ടായിരിക്കും ചാൻസ്. കാരണം മൗണ്ടിന് ഈ ആ ഒരു പൊസിഷനിൽ നിന്നിട്ട് പിൻവലിക്കുമോ എന്നുള്ളതൊരു സംശയമാണ്. കാരണം കഴിഞ്ഞ ഗെയിമിൽ നമ്മൾ വിജയിപ്പിച്ച ഗോൾ നേടിയത് മൗണ്ടാണ്. അപ്പം മൗണ്ടിന് ആ ഒരു പൊസിഷനിൽ കീപ്പ് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. ആൻഡ് എന്നാലും കുഴപ്പമില്ല, കാരണം എംബൂമോ തിരിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫിൽ നമ്മുടെ സ്ട്രെങ്ത്ത് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് അത് സഹായിക്കും. സോ ഐ തിങ്ക് എന്താ പറയുക, മൗണ്ട് തന്നെ ആയിരിക്കും വരുന്നത്. പിന്നെ ഡിഫൻസിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലെനി യോറോ ചിലപ്പോൾ പുറത്തിരിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ലെനി യോറോയ്ക്ക് പകരം മസറാവി ആ പൊസിഷനിൽ വരാനായിട്ടുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. പിന്നെ ലെനി യോറോയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഗെയിമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് അയക്കപ്പെട്ടു. പിന്നെ അതിനുശേഷം ഇയാൾ വളരെ അപ്സെറ്റായിട്ട് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു എന്താ പറയുക, ആ ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് ചിലപ്പോൾ ലെനി യോറോ പുറത്തിരിക്കാനായിട്ടുള്ളൊരു സാധ്യതയാണ്. എന്നിരുന്നാലും കുഴപ്പമില്ല, കാരണം ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടുന്നത് നല്ലതാണ്. കാരണം വളരെ യങ് ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പം എന്താ പറയുക, ഇത്രയധികം ബേർഡനും അല്ലെങ്കിൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം കുറച്ച് പുറത്തിരിക്കുകയും അത് സീനിയേഴ്സ് ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നതെന്നൊക്കെ വെച്ച് പറഞ്ഞാൽ വളരെയധികം ഹെൽപ്ഫുൾ ആക്കുന്നൊരു കാര്യമാണ്. പിന്നെ ഗെയിമിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ നമ്മളിപ്പം ഈ ഒരു ഗെയിം വിജയിക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് 5ൻ്റെ അകത്ത് എത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. അവരാണെങ്കിൽ വെസ്റ്റ് ഹാം ആണെങ്കിൽ 17th പൊസിഷനാണ്. കഴിഞ്ഞ ഗെയിം അവർ ആരുമായിട്ടായിരുന്നു, ചെൽസി ആയിട്ടാണ് തോറ്റത്. അപ്പം അത് കഴിഞ്ഞിട്ട് അവർ എന്താ പറയുക, അതിന് മുമ്പത്തുള്ള 2 ഗെയിംസും വിജയിക്കുകയൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ഫോമിൽ തന്നെ നിൽക്കുന്ന ടീമാണ്. അപ്പം കഴിഞ്ഞ ഗെയിമിൽ തോറ്റുപോയി. പക്ഷേ എന്നിരുന്നാലും അതിന് മുമ്പുള്ളൊരു ഫോം തുടർന്ന് കൊണ്ടുവരാനും നമുക്കെതിരായിട്ട് എന്താ പറയുക, നമ്മളെ ഒരു അപ്സെറ്റ് ചെയ്യിപ്പിക്കാനായിട്ടുള്ളൊരു തന്ത്രമായിട്ടായിരിക്കും ടീം വരുന്നത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നൊരു ബിലീഫ് നമ്മുടെ ടീമിൽ ഉണ്ട്. കഴിഞ്ഞ ആ എവർട്ടൺ ഗെയിമിൻ്റെ ഇതിന് ശേഷം കഴിഞ്ഞ ഗെയിമിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടു കുറച്ച് ലോ ആയിട്ടാണ് ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു ഇഷ്യൂ ആയിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും സെക്കൻഡ് ഹാഫ് ഉണർന്ന് കളിച്ചിട്ട് നമ്മൾ ആ ഒരു ഗോൾസ് നേടി. പക്ഷേ എന്നിരുന്നാലും അതൊരു ഓപ്പൺ പ്ലേയിലുള്ള ഗോളൊന്നും ആയിരുന്നില്ല. എന്താ പറയുക, സെറ്റ് പ്ലേ ഗോൾസ് ആയിരുന്നു നേടിയത്. അപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പൺ പ്ലേയിൽ നിന്നും ഗോൾസ് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ടീമിൻ്റെ അകത്തുള്ള ഇപ്പോൾ എന്താ പറയുക, ആൾക്കാരുടെ ഇത് നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ പ്രിഫേർഡ് 11 നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ ഐ തിങ്ക് ബാക്കിൽ എന്തായാലും ഞാൻ പറഞ്ഞ കണക്ക് മസറാവി വരാനായിട്ടുള്ള സാധ്യത, പിന്നെ ഡിലിറ്റും ഷോ കാണും. പിന്നെ കഴിഞ്ഞ കളിയിലൊരു മികച്ച പ്രകടനത്തോടുകൂടി ഡാലോ ആ പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പിന്നെ റൈറ്റിൽ
അമാദും ഉണ്ട്. പിന്നെ മിഡിൽ ഉറപ്പായിട്ടും കസമീറോ, ബ്രൂണോ. പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഫ്രണ്ടിൽ മൗണ്ട് കാണാനായിട്ടാണ് ചാൻസ്, അവർ പൊസിഷൻ കീപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എംബൂമോ ആൻഡ് സെർക്സിയുടെ പെർഫോമൻസ് ആക്ച്വലി മികച്ച പെർഫോമൻസ് ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ. അപ്പോൾ ഉറപ്പായിട്ടും സെർക്സിക്ക് ഈ ഒരു ഗെയിമിലും തിളങ്ങാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ ഒരു ഇതിൽ സെർക്സി ആക്ച്വലി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയറാണ്. കുറച്ച് റെഗുലറായിട്ടുള്ള ഗെയിം ടൈം കൊടുത്തു കഴിയുവാണെങ്കിൽ ഉറപ്പായിട്ടും സെർക്സി നമുക്ക് ടീമിന് മുതൽക്കൂട്ടായിട്ടുള്ളൊരു പ്ലെയറാണ്. നല്ല രീതിയിലുള്ള ഹോൾഡപ്പ് പ്ലേയും 1-2 പാസിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ടീമിനെ ഗെയിമിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ ഉറപ്പായിട്ടും സെർക്സി ടീമിനൊരു മുതൽക്കൂട്ട് തന്നെയാണ്. ആൻഡ് സെർക്സി എന്തായാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണാനായിട്ടുള്ളൊരു ചാൻസാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഉറപ്പായിട്ടും മത്യാസ് കുന്യ വന്ന് അത് ടീമിനെ ഹെൽപ്പ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള സാധ്യതയും അവിടെ കാണുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ പ്രഡിക്ഷൻസ് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഐ തിങ്ക് ഐ വുഡ് ഗോ ഫോർ 2-0. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വാട്ട് ഡു യു തിങ്ക്? ഒരു പ്രഡിക്ഷൻ വൈസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇതൊരു ക്ലോസ് ഗെയിം ആയിരിക്കുമോ അല്ലെങ്കിൽ ഈസി ഗെയിം ആയിരിക്കുമോ എന്നുള്ളത് നിങ്ങൾ കമൻസിൽ എഴുതി അറിയിക്കുക. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറയുന്ന പോലെ, നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് പ്രസ് ദ ലൈക്ക് ബട്ടൺ. ഓക്കെ, ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.